തൂമണി മാടത്ത് സുற்றும் വിളക്കേറിയ തൂമണി മാടത്ത് സുற்றும் വിളക്കേറിയ എൻ്റെ പേര് മുരളീധരനാണ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. എൻ്റെ മകൻ ഇവിടെ ചെണ്ട അഭ്യസിക്കുന്നുണ്ട്. അങ്ങനെ ഈ തൃക്കാക്കര അമ്പലത്തിൽ ചെണ്ട അഭ്യസിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ മകന് ബിജു ആശാന്റെ നേതൃത്വത്തിൽ ശേഖരൻ ചേട്ടൻ ആണ് വിദ്യ അഭ്യസിപ്പിക്കുന്നത്. എൻ്റെ പേര് ആതിര. ഞാൻ എടത്തലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകൻ ഗൗതം ഇവിടെ കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ ചെണ്ട ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ബിജു ആശാന്റെ നേതൃത്വത്തിൽ ശേഖരൻ ചേട്ടൻ നടത്തി വരുന്ന ഈ ചെണ്ട ക്ലാസ് വളരെയധികം ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട്. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന അരങ്ങേറ്റത്തിൽ എൻ്റെ മകനും അരങ്ങേറുന്നുണ്ട്. ഈ അരങ്ങേറ്റത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു. എൻ്റെ പേര് രേഷ്മ. ഞങ്ങൾ മെല്ലുംപടിയാണ് താമസം. എൻ്റെ മകൻ അനിരുദ്ധ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ ചെണ്ട അഭ്യസിക്കാനായിട്ട് വരുന്നുണ്ട്. ബിജു ആശാന്റെ നേതൃത്വത്തിൽ ശേഖരൻ ചേട്ടനാണ് പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് അത് കാരണം വളരെ ഇഷ്ടമാണ് വന്ന് പഠിക്കാനായിട്ട്. ഇത് കുട്ടിക്കാലം മുതലേ അവന് വളരെ ആഗ്രഹമായിരുന്നു ചെണ്ട പഠിക്കാനായിട്ട്. അപ്പൊ അതിന് നല്ലൊരു ശിക്ഷണം അവന് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജിത്ത്. ഞാൻ ഇവിടെ കങ്ങരപ്പടിയിലാണ് താമസിക്കുന്നത്. ഈ വാമനമൂർത്തി ക്ഷേത്രമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമുണ്ട്. കഴിഞ്ഞ ഒന്നര വർഷക്കാലമായിട്ട് ഞാൻ ഈ അമ്പലമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം, വളരെ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ഞാൻ ബിജു ആശാനോട് സംസാരിക്കുകയും ആശാൻ അതിന് ഓക്കെ പറയുകയും ചെയ്തു. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് കഴിഞ്ഞ വർഷം നടന്ന നവരാത്രി കാലത്ത് എന്നോട് ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ദക്ഷിണ വെച്ച് ഞാൻ ഇടയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു ഉണ്ടായത്. പക്ഷേ ആ ഇടയ്ക്ക് പഠിക്കുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞു, സാധകം നന്നായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇടയ്ക്കിടെ കൈ വരുള്ളൂ, അതുകൊണ്ട് ചെണ്ട ക്ലാസ്സിന് ഇരിക്കണം എന്ന് എന്നോട് ആശാൻ ആവശ്യപ്പെട്ടു. വാദ്യങ്ങൾ കേൾക്കാറുണ്ട്, അത് ആസ്വദിക്കാറുണ്ട് എന്നല്ലാതെ അതിനപ്പുറം എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ബിജു ആശാന്റെ ഒരു ഉപദേശപ്രകാരം ഞാൻ ആ കളരിയിൽ ചെല്ലുകയും അന്നു മുതൽ തന്നെ ചെണ്ട സാധകം ആരംഭിക്കുകയും ചെയ്തു. കളരിയിൽ ചെന്നപ്പോൾ ശേഖരൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഗുരുകുല സമ്പ്രദായത്തിലാണ് ഇവിടെ ചെണ്ട അഭ്യസിപ്പിക്കുന്നത്. വളരെ ചിട്ടയോടുകൂടി, വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ട് ചെണ്ട അഭ്യസിപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് വാമനമൂർത്തി ക്ഷേത്രം. ഈ ഒരു ബാച്ചിൽ എനിക്കൊരു അംഗമാവാൻ കഴിഞ്ഞാൽ ഞാൻ ഭഗവാനോട്, വാമനമൂർത്തിയോടും ഈ മഹാദേവനോടും ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഇങ്ങനെ ഒരു ലാഭേച്ഛയില്ലാതെ, ഒരു തരത്തിലും ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വാങ്ങിക്കാതെ ഇവിടെ ഇങ്ങനെ നല്ലൊരു കളരി അഭ്യസിപ്പിച്ച് പുത്തൻ തലമുറയെ ഈ വാദ്യകല ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞത് വളരെ വളരെ അഭിമാനപരമായ കാര്യമാണ്. അതിനുവേണ്ടി മുൻകൈ എടുക്കുന്ന ബിജു ആശാനും ശേഖരൻ ചേട്ടനും ആത്മാർത്ഥമായ നന്ദി പറയുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. മാത്രമല്ല, ഈ അമ്പലത്തില് ഇങ്ങനൊരു അവസരം ഒരുക്കി തരുന്ന അമ്പല കമ്മിറ്റി ഭാരവാഹികൾ, അവരും ഒരു ഇതുമില്ലാതെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഊട്ടുവരയിൽ നമുക്ക് അതിനുള്ളൊരു ഇത് തരുന്നത്. അതിനും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് വിവേക് നീലകണ്ഠൻ. ഞാൻ തൃക്കാക്കര സ്വദേശി ആയത് ജൂലൈ 2021 അപ്പോൾ അന്ന് മുതൽക്കേ ഞങ്ങൾ അമ്പലത്തിലൊക്കെ വരുമ്പോൾ ഇവിടെ ചെണ്ട പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നു. അപ്പോൾ അത് അന്വേഷിച്ച് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ എത്തിയത് ബിജു മോൻ കെ മാരാർ, ഞങ്ങളുടെ ആശാന്റെ അടുത്തേക്കാണ്. പൊതുവേ ഇത് എല്ലാ വർഷവും പുതിയ ബാച്ച് തുടങ്ങുന്നത് വിജയദശമിക്കാണ്. നമ്മൾ ദക്ഷിണ വെച്ചിട്ട് തുടങ്ങുകയാണ്. അതേപോലെ ഓണത്തിന് അനുബന്ധിച്ചിട്ട് അതിന്റെ അരങ്ങേറ്റവും കഴിയും. ഇതൊരു 19ാമത്തെ ബാച്ചാണ്. ഞങ്ങളുടെ ഈ വാദ്യകലാപീഠത്തിന്റെ പേര് തൃക്കാക്കര വാമനമൂർത്തി വാദ്യകലാപീഠം എന്നാണ്. പിന്നെ എൻ്റെ മോനും ഇവിടെ ചെണ്ട അഭ്യസിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആശാൻ വൈക്കം കലാപീഠം ബിജു മോൻ കെ മാരാർ ഞങ്ങളെ പഠിപ്പിക്കുന്നത് ശേഖരൻ ചേട്ടൻ
ചേട്ടൻ, ഇവർ രണ്ടുപേരും കൂടിയാണ് ഞങ്ങളെ പ്രാപ്തരാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. എൻ്റെ പേര് രാജി. എൻ്റെ 2 മക്കളും ആശാന്റെ നേതൃത്വത്തിലും ശേഖരൻ ചേട്ടന്റെ ശിക്ഷണത്തിലും ഇവിടെ ചെണ്ട അരങ്ങേറ്റം നടത്തിയവരാണ്. അവരുടെ അരങ്ങേറ്റം കണ്ടും മേളങ്ങൾ കണ്ടും അതിനുള്ള ഒരു താല്പര്യം തോന്നിയാണ് ഞാനും ഈ ഒരു വിദ്യ അഭ്യസിക്കാനായിട്ട് തൃക്കാക്കര വാമനമൂർത്തി വാദ്യകലാപീഠത്തിൽ ഞാൻ ജോയിൻ ചെയ്തത്. ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു എങ്ങനെ പഠിച്ചെടുക്കും എന്ന്. പക്ഷേ ശേഖരൻ ചേട്ടൻ നമ്മുടെ രീതിക്കൊത്ത് വളരെ ക്ഷമയായിട്ട് നമുക്ക് എല്ലാവർക്കും തെറ്റുകളൊക്കെ മനസ്സിലാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ കളരി പഠിക്കാൻ പോയായിരുന്നു. പക്ഷേ കളരി ഞാൻ പകുതിയിൽ വെച്ച് നിർത്തി. പിന്നെ ഞാൻ അതുപോലെ ആഗ്രഹിച്ചാണ് ചെണ്ട പഠിക്കണം. അപ്പോൾ ഇവിടെ തൃക്കക്കര ക്ഷേത്രത്തിൽ ചെണ്ട പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ ഒരു ഹോബിയായിട്ട് വന്ന് ജോയിൻ ചെയ്താ പഠിക്കണം എന്ന്. അങ്ങനെ ജോലിയുടെ ഇടയ്ക്ക് നമ്മൾ വീക്കെൻഡ്സ് ഒക്കെ വരാറ്. അപ്പോൾ ഞാൻ ഇതുപോലെ പലതും പഠിച്ചിട്ട് നമ്മൾ പകുതിയിൽ വെച്ച് നിർത്തും. പക്ഷെ ഇവിടെ ശേഖരേട്ടൻ്റെ പഠിപ്പിക്കുന്ന രീതിയും നമ്മളോട് കാണിക്കുന്ന സ്നേഹവും ഡെഡിക്കേഷനും കണ്ട് എനിക്ക് പ്രത്യേകം ഇത് പഠിച്ച് തീർക്കണം എന്നൊരു ആഗ്രഹം വന്നു. പ്രത്യേകിച്ച് ഇവിടെ ഫീസ് മേടിക്കില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് ഇവിടുത്തെ അവരുടെ എത്തിക്സും ആ രീതിയും ഭയങ്കര ഇഷ്ടമായി. കല മാത്രമല്ലാതെ നമ്മൾ പഠിക്കുന്ന ചിട്ടയും സംസ്കാരമാണ് ഇവിടെ പ്രധാന കാര്യം. ഇവിടെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആകെ നിങ്ങൾ കാണിക്കേണ്ട ഒറ്റ കാര്യം ഗുരുത്വവും ഡെഡിക്കേഷൻ മാത്രമാണ്. വേറെ ഒന്നും ഇവിടെ അവർ പ്രതീക്ഷിക്കുന്നില്ല. ഏതൊരു പ്രായത്തിലും വന്ന് പഠിക്കാൻ പറ്റിയ ഒരു കലയാണ്. നമസ്കാരം, എൻ്റെ പേര് രജനീഷാണ്. ഞാൻ ഈ വാദ്യകലാപീഠത്തിന്റെ 19ാമത് ബാച്ച് ചെണ്ട അഭ്യസിക്കുന്ന ആളാണ്. അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് ഒരു പുണ്യമായി നമ്മുടെ മുമ്പിലേക്ക് വന്നതാണ് ശേഖരേട്ടനും അതേപോലെ തന്നെ ആശാനൊക്കെ. അപ്പം എല്ലാ കുട്ടികളെയും, ഞങ്ങളിപ്പോൾ 32 പേരാണ് ഈ ബാച്ചിലുള്ളത്, എല്ലാ കുട്ടികളെയും അവരുടെ കഴിവുകളൊക്കെ ഓരോന്നും ഇഞ്ച് ബൈ ഇഞ്ച് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ അവരെ ഉയർത്തുവാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാവിധ കഴിവുള്ള ആൾക്കാരാണ് നമുക്ക് കിട്ടിയ ആശാനും അതേപോലെ ശേഖരേട്ടൻ തന്നെ. അവർക്ക് എന്ത് പറഞ്ഞാലും നമുക്ക് നന്ദി പറഞ്ഞാൽ തീരില്ല. നമുക്ക് കിട്ടിയത് ഒരു വരദാനമാണ്, ഒരു പുണ്യമായി കരുതുന്നു. നമ്മുടെ അരങ്ങേറ്റത്തിന് വേണ്ടി ഞങ്ങൾ വളരെ ആകാംക്ഷപൂർവ്വം ആ ഒരു അസുലഭ നിമിഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആശാനും അതേപോലെ ശേഖരേട്ടനും ഞങ്ങളുടെ എല്ലാവിധ കടപ്പാടുകളും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഹാപ്പിയാണ്. 32 പേരും ഈഗർലി വെയിറ്റിംഗ് ആണ് ഒരു അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട്. എൻ്റെ പേര് രേഷ്മ. നമ്മുടെ തൃക്കാക്കര വാമനമൂർത്തി വാദ്യകലാപീഠത്തിന്റെ 19ാമത്തെ അരങ്ങേറ്റമാണ് 2025. 2018 എൻ്റെ മോന്റെ അരങ്ങേറ്റം ഇവിടെ വെച്ച് തന്നെയായിരുന്നു. അന്നേരം തൊട്ട് ഉള്ളില് ചെറിയൊരു മോഹം ഉണ്ടായിരുന്നു പഠിക്കണം എന്നുള്ളത്. ശേഖരേട്ടൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റിയത്. ശേഖരേട്ടനാണെങ്കിലും ആശാനാണെങ്കിലും വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് ശരിക്കും ചേരുമ്പോൾ ആശാനെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ആശാൻ ഈ പറയുന്ന പോലെ എല്ലാ കുട്ടികളെയും സ്വന്തം കുട്ടികളെക്കാളും കൂടുതൽ സ്നേഹിച്ചുകൊണ്ടാണ് ഈ ഒരു വർഷം കടന്നു പോകുന്നത്. നമ്മളുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 വ്യക്തികളായിട്ടാണ് അവർ മാറിക്കൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ തെറ്റുമെന്ന് പോലും അവരുടെ ഓരോ ശ്വാസത്തിന്റെയും ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് ശേഖരേട്ടൻ. അത്ര വളരെയധികം നമ്മളോട് അടുത്ത് നിന്നുകൊണ്ട് നമുക്ക് പരിശീലനം നൽകിയിരിക്കുന്ന ഒരാളാണ്. അവരുടെയൊക്കെ ഈ തലമുറയിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഈ പറയുന്നത് ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ 19 വർഷവും ഒരു അർച്ചന പോലെയാണ്. അപ്പോൾ ഓരോ വർഷവും അത് അതിഗംഭീരമായിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്വാർത്ഥമായ, അതായത് യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ ആശാൻ ബിജുമോൻ കെ മാരാർ നടത്തുന്ന 1ഓ 2ഓ തലമുറയിലേക്ക് കൂടി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കഴിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഇവിടെ സാർത്ഥകമാക്കുന്നത്. എന്തായാലും ഞങ്ങൾ വളരെയധികം ഈഗർലി വെയിറ്റിംഗ് ആണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. എൻ്റെ പേര് ഹൃത്തിക്. ഞാനും ഇവരുടെ ഒപ്പം ചെണ്ട പഠിക്കുന്നു. ഈ ഒരു ചെണ്ട എന്ന വാദ്യം പഠിച്ചരങ്ങേറുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. നമസ്കാരം, എൻ്റെ പേര് സുരേഷ് എന്നാണ്. 2 വർഷമായിട്ട് എൻ്റെ മൂത്ത മകനും ഇളയ മകനും അരങ്ങേറ്റം കഴിഞ്ഞതാണ്. അത് കണ്ടപ്പോൾ ഭാര്യയ്ക്കും ഒരാഗ്രഹം പഠിച്ചാൽ കൊള്ളാമെന്ന്. അങ്ങനെ ഇപ്രാവശ്യം എൻ്റെ ഭാര്യയും അതിന് അരങ്ങേറുകയാണ്. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ജോഷാന്റെ നേതൃത്വത്തിൽ ശേഖരൻ ചേട്ടനാണ് പഠിപ്പിക്കുന്നത്. അവർ രണ്ടുപേരും ഇതൊരു സബരിയായിട്ട് കൊണ്ട് നടക്കുകയാണ്. ഇനിയും വരും വർഷങ്ങളിലും കഴിഞ്ഞ വർഷവും അങ്ങനെയാണ്, അതിൽ നിന്നും നല്ല ഭംഗിയായിട്ട് എല്ലാ വർഷവും നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. തൃക്കാക്കരയപ്പന്റെ അനുഗ്രഹത്താൽ തൃക്കാക്കരയപ്പന്റെ തിരുമുറ്റത്ത് ഏതാണ്ട് 23 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചൊരു അഭ്യാസമാണ് ഇവിടെ നടക്കുന്നത്. വാമനമൂർത്തി വാദ്യകലാപീഠം എന്നാണ് അതിന്റെ പേര്. ശ്രീ ബിജുമാരാര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഈ നാട്ടുകാരുടെയും കമ്മിറ്റിയുടെയും ദേവസ്വം ബോർഡിന്റെയും അനുവാദത്തോടു കൂടി ഈ വാദ്യകലാപീഠം ആരംഭിച്ചു. അതിന് കഴിഞ്ഞ 23 വർഷക്കാലം വളരെ നല്ല രീതിയിൽ കേരളത്തിൽ വേറെ ഒരു വാദ്യകലാപീഠവും നടത്താത്ത രീതിയിലുള്ള ഒരു അരങ്ങേറ്റമാണ് ഇവിടെ നടക്കാറുള്ളത്. ഏതാണ്ട് 1000കണക്കിന് ശിഷ്യന്മാർ ശ്രീ ബിജുമാരാർക്ക് ഉണ്ട്. ശ്രീ ബിജുമാരാരുടെ ശിഷ്യനായ ശേഖരൻ മാഷ് വളരെ കൃത്യനിഷ്ഠയോടുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് അദ്ദേഹം ഇവിടെ ഈ പരിപാടി നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ക്ലാസ്സുകൾ റെഗുലറായിട്ട് നടത്തുന്നുണ്ട്. അതിന്റെ ഗുണം ഈ കുട്ടികൾക്കെല്ലാം ഇവിടെ കാണാം. ഇവിടെ വന്നിരിക്കുന്നവർക്കെല്ലാം ആസ്വദിക്കുവാനും ഈ കലയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാനും ധാരാളം അവസരങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട്.
We'll be right back.